പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി പോയിടാം സുവിശേഷം ഓതിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ പോയിടാം സുവിശേഷം ഓതിടാം നാടെങ്ങും അനന്ത സന്തോഷം ഉണ്ടൊടുവിൽ പോയിടാം സുവിശേഷം ഓതിടാം നാടെങ്ങും അനന്ത സന്തോഷം ഉണ്ടൊടുവിൽ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇളകൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്ന് കർത്താവിൻ്റെ പാദപീഠം ഇരിക്കുവാൻ തക്കവണ്ണം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ പ്രിയ മക്കളെയും അവരുടെ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. കർത്താവ്, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും സ്വർഗത്തിലെ അപ്പച്ചൻ മറുപടി നൽകി തരാൻ പോകുന്നതോർത്ത് ഞങ്ങൾ ഉള്ളം നിറഞ്ഞ് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ദൈവം, ഇന്നുവരെയും ഞങ്ങളെ പരിപാലിച്ച ദൈവം, ഞങ്ങളെ സൂക്ഷിച്ച ദൈവം അവിടുന്നാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന്, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഒരു പ്രഭാതം കൂടെ തന്നല്ലോ. നന്ദിയപ്പ, നന്ദി. ഈ നല്ല ദിവസത്തിൽ കർത്താവെ, പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾക്കുള്ളതിനെയും എല്ലാം സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ പരീക്ഷ എല്ലാം ഏൽപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം. അപ്പോൾ അവരോട് കൂടെ ഇരിക്കണമേ, ജയത്തോടെ നടത്തണേ. ഇന്ന് വരെ നടത്തിയപ്പാ തുടർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഉപജീവന മാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്തവരെ സഹായിച്ചാട്ട്, ജോലി ചെയ്യുന്ന മക്കളെ ബലപ്പെടുത്തിക്കാട്ട്, ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിച്ചാട്ട്, സമാധാനത്തിൽ ജോലി ചെയ്യാൻ സഹായിച്ചാട്ട്, വിവാഹപ്രായമായ ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയെ ഒരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ശ്രേഷ്ഠകരമായി നടപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകൾ കൊടുത്ത് അനുഗ്രഹിക്കണേ അപ്പാ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തോണേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാസം തികയോളം സൂക്ഷിച്ച ദൈവമേ, ആമേൻ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത വൈദ്യങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. സമാധാനത്തോടെ ജീവിപ്പാൻ തക്കണം മുഖാന്തരം ഒരുക്കേണ്ടതിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഭദ്രമായി സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവ്. ഹല്ലേലൂയ കർത്താവേ. നാടും വീടും വിട്ട് വിദുരത്തിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ശത്രു കാണാതെ മറയ്ക്കണമേ, രക്തക്കാട്ടുകളിൽ പൊതിയിടമേ കർത്താവേ. സമാധാനത്തോടെ കാത്തുകൊള്ളണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഭവനങ്ങൾ, പരിസരങ്ങൾ, അതിരുവരമ്പ്, വസ്തുവക, ഞങ്ങളുടെ ദേശം, ചുറ്റുപാട്, അയൽ കുടുംബങ്ങളെല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്നു. രോഗികളെയും ദുഃഖിതരെയും സമർപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നതിനെ ഏൽപ്പിക്കുന്നു കർത്താവ്. യാത്ര പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ കർത്താവ്. കർത്താവെ, പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകം സമർപ്പിക്കുന്നു. നാഥ, സൗഖ്യം കാത്ത് കിടക്കുകയാ. അപ്പൻ്റെ കരമൊന്ന് തലോടണമേ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിക്കണമേ കർത്താവെ. കഷ്ടത്തിൽ നിന്നും ഭാരത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യം ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവ്. പ്രതീക്ഷിച്ച് കാത്തു കിടക്കുക. വിശ്വാസത്തിന് ഭംഗം വരുവാൻ അനുവദിക്കല്ലേ. തമ്പുരാൻ്റെ ആണിപ്പഴുള്ള കരം വയ്ക്കണമേ. തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവെ. പൂർണ്ണ വിടുതലയക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നവർക്ക് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ പോകുന്നതോർക്ക് സ്തോത്രം. എല്ലാം അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.